റേഡിയോ ലൈവ് ന്യൂസ് അപ്ഡേറ്റ്. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. പൊതു ഓഫീസിലെ മോശം പെരുമാറ്റത്തിന് സംശയിച്ച് തിങ്കളാഴ്ച അറസ്റ്റിലായതിന് മണിക്കൂറുകൾക്ക് ശേഷം ലോർഡ് മണ്ടേഴ്സിനെ ജാമ്യത്തിൽ വിട്ടയച്ചതായി മെട്രോപൊളിറ്റൻ പോലീസ് അറിയിച്ചു. കൂടുതൽ അന്വേഷണം നടക്കുന്നതിനാൽ 72 വയസ്സുള്ള ഒരാളെ വിട്ടയച്ചതായി മെട്രോപൊളിറ്റൻ പോലീസ് പറയുകയായിരുന്നു. തിങ്കളാഴ്ച വടക്കൻ ലണ്ടനിലെ ക്യാംപ്ടണിലുള്ള ഒരു വിലാസത്തിൽ വെച്ചാണ് ലോർഡ് മണ്ടേഴ്സിനെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് ചോദ്യം ചെയ്യലിനായി കൊണ്ടുപോയത്. സർക്കാർ മന്ത്രിയായിരിക്കെ ലോർഡ് മണ്ടേഴ്സൺ അന്തരിച്ച ബാലപീഡകനായ ജെഫ്രി എപ്സ്റ്റീന് വിപണി സെൻസിറ്റീവ് സർക്കാർ വിവരങ്ങൾ കൈമാറിയെന്ന ആരോപണത്തിൽ ഈ മാസം ആദ്യം സേന അന്വേഷണം ആരംഭിച്ചിരുന്നു. വിൽഷെയറിലെയും ക്യാംപ്ടണിലെയും 2 വിലാസങ്ങളിൽ തിരച്ചിൽ വാറന്റുകൾ പുറപ്പെടുവിച്ചതിനെ തുടർന്നാണ് തിങ്കളാഴ്ച അറസ്റ്റ് നടന്നതെന്ന് പോലീസ് പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു. എപ്സ്റ്റീൻ ഫയലുകളെക്കുറിച്ച് ലോർഡ് മണ്ടേഴ്സൺ സമീപ ആഴ്ചകളിൽ പരസ്യമായി അഭിപ്രായം പറഞ്ഞിട്ടില്ല. എന്നാൽ അദ്ദേഹം ഒരു തരത്തിലും ക്രിമിനൽ കുറ്റം ചെയ്തിട്ടില്ലെന്നും സാമ്പത്തിക നേട്ടത്താൽ പ്രചോദനമല്ലെന്നും BBC തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. 2025 ഫെബ്രുവരിയിൽ ലോർഡ് മണ്ടേഴ്സൺ US ബ്രിട്ടീഷ് അംബാസിഡറായി ചുമതലയേറ്റു. എന്നാൽ എപ്സ്റ്റീനുമായുള്ള ബന്ധത്തിൽ ആഴത്തെക്കുറിച്ചുള്ള പുതിയ വിവരങ്ങൾ പുറത്തുവന്നതായി ഡൌണിംഗ് സ്ട്രീറ്റ് പറഞ്ഞതിനെ തുടർന്ന് സെപ്റ്റംബറിൽ അദ്ദേഹത്തെ പുറത്താക്കിയിരുന്നു. ലോർഡ് മണ്ടേഴ്സന്റെ നിയമനവുമായി ബന്ധപ്പെട്ട ആദ്യ രേഖകൾ മാർച്ച് ആദ്യം പുറത്തുവിടുമെന്ന് പ്രതീക്ഷിക്കുന്നതായി സർക്കാർ അറിയിക്കുകയും ചെയ്തു. തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് ലണ്ടനിലെ വീട്ടിൽ നിന്ന് അദ്ദേഹത്തെ സാധാരണ വസ്ത്രധാരികളായ ഉദ്യോഗസ്ഥർ ഒരു അജ്ഞാത കാറിന്റെ പിന്നിൽ കയറ്റി കൊണ്ടുപോകുന്നതായിരുന്നു മാധ്യമങ്ങൾ കണ്ടത്. മെറ്റ് സെന്ററിലെ സെൻട്രൽ സ്പെഷ്യലിസ്റ്റ് ക്രൈം ഡിവിഷനിലെ ഉദ്യോഗസ്ഥരാണ് അദ്ദേഹത്തിന്റെ അറസ്റ്റ് നടത്തിയതെന്ന് പിന്നീട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. മരിച്ചുപോയ ദാതാവിൽ നിന്ന് മാറ്റിവെച്ച ഗർഭപാത്രം ഉപയോഗിച്ച് UK-യിൽ ആദ്യ ആൺകുഞ്ഞ് ജനിച്ചു. 30കളിൽ പ്രായമുള്ള ഗ്രേസ് ബെൽ ഗർഭപാത്രമില്ലാതെയാണ് ജനിച്ചത്. ഇപ്പോൾ 10 ആഴ്ച പ്രായമുള്ള തന്റെ മകൻ ഹ്യൂഗോ ഒരു അത്ഭുതം മാത്രമാണ് എന്ന് അവർ പറയുന്നു. കെന്റിൽ നിന്നുള്ള ബെല്ലും പങ്കാളിയായ സ്റ്റീവ് പെവലും ദാതാവിന്റെയും കുടുംബത്തിന്റെയും ദയയ്ക്കും നിസ്വാർത്ഥതയ്ക്കും അവരുടെ അവിശ്വസനീയമായ സമ്മാനത്തിന് ആദരാഞ്ജലിയോടൊപ്പം നന്ദിയും പ്രകടിപ്പിച്ചു. അതേസമയം അവരുടെ യാത്രയെ പിന്തുണച്ച ഓക്സ്ഫോർഡിലെയും ലണ്ടനിലെയും മെഡിക്കൽ ടീമുകൾക്ക് നന്ദിയും പറഞ്ഞു. പ്രസവം ഒരു വിപ്ലവകരമായ നിമിഷം ആയിരുന്നുവെന്ന് ഉൾപ്പെട്ട ശസ്ത്രക്രിയാ വിദഗ്ധർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സമാനമായ രോഗനിർണയമുള്ള കൂടുതൽ സ്ത്രീകൾക്ക് ഇത് പ്രതീക്ഷ നൽകും. 2025 ക്രിസ്മസിന് തൊട്ടുമുൻപ് പടിഞ്ഞാറൻ ലണ്ടനിലെ ക്വീൻ ഷാർലറ്റ്സ് ആൻഡ് ചെൽസി ഹോസ്പിറ്റലിലാണ് ഏകദേശം 7 പൗണ്ട് ഭാരത്തോടെ ഹ്യൂഗോ എന്ന ഈ ആൺകുട്ടി ജനിച്ചത്. UK-യിലെ MRKH സിൻഡ്രോം എന്ന അവസ്ഥ ബാധിച്ച ഏകദേശം 5000 സ്ത്രീകളിൽ ഒരാളാണ് ബെൽ. അതായത് അവർ ഗർഭപാത്രമില്ലാതെ ജനിച്ചവർ. ആർത്തവമില്ല, പക്ഷേ സാധാരണ അണ്ഡാശയങ്ങളുണ്ട്. 16 വയസ്സുള്ളപ്പോൾ സ്വന്തം കുഞ്ഞിനെ ചുമക്കാൻ കഴിയില്ലെന്ന് അവളോട് ഡോക്ടർമാർ പറഞ്ഞിരുന്നു. ഒരു കുഞ്ഞ് ജനിക്കണമെങ്കിൽ ഗർഭപാത്രം മാറ്റിവെക്കാൻ ശസ്ത്രക്രിയ നടത്തുകയോ വാടക ഗർഭധാരണത്തിലേക്ക് പോവുകയോ മാത്രമായിരുന്നു ദമ്പതികളുടെ മുന്നിലെ ഏക പോംവഴി. ഗർഭപാത്രം ദാനം ചെയ്തതായും ഗർഭപാത്രം മാറ്റിവെക്കൽ സാധ്യമാണെന്നും അറിയിച്ചുകൊണ്ട് ഒരു ഫോൺ കോൾ ലഭിച്ചപ്പോൾ പൂർണ്ണ ഞെട്ടലിലും ശരിക്കും ആവേശത്തിലുമായിരുന്നതായി ബെൽ തന്നെ ഓർക്കുന്നതായി മാധ്യമങ്ങളോട് പറയുകയായിരുന്നു. ഇനി നാട്ടിലെ വാർത്തകൾ. സംസ്ഥാന സർക്കാർ RRTS പദ്ധതിയുമായി മുന്നോട്ടു പോകുമ്പോൾ അതിവേഗ റെയിൽവേ പാതയ്ക്ക് പുതിയ മോഡലുമായി മെട്രോമാൻ ഇ ശ്രീധരൻ രംഗത്ത്. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ ദൈർഘ്യത്തിലാണ് ഇ ശ്രീധരൻ പുതിയ അതിവേഗ റെയിൽവേ പാത വിഭാവനം ചെയ്യുന്നത്. നേരത്തെ സിൽവർ ലൈൻ അടക്കമുള്ള അതിവേഗ റെയിൽവേ പ്ലാനുകൾ ഒഴിവാക്കപ്പെട്ടിരുന്ന പത്തനംതിട്ട ജില്ല പുതിയ ഡിസൈനിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. 56,500 കോടി രൂപയാണ് ഇ ശ്രീധരൻ പുതിയ പദ്ധതിക്ക് ആകെ ചെലവ് കണക്കാക്കുന്നത്. മുൻപ് 80,000 കോടി രൂപയായിരുന്നു പറയപ്പെട്ടിരുന്നത്. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയുള്ള യാത്രയ്ക്ക് 3 മണിക്കൂറും 20 മിനിറ്റുമാണ് പുതിയ പാതയിൽ കണക്കാക്കുന്നത്. ട്രെയിനുകളുടെ പരമാവധി വേഗം മണിക്കൂറിൽ 200 കിലോമീറ്റർ ആയിരിക്കും. സംസ്ഥാന സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന RRTS പദ്ധതിയേക്കാൾ പദ്ധതി ചെലവ് കുറവും ടിക്കറ്റ് നിരക്ക് കുറവും ഈ ശ്രീധരന്റെ പുതിയ വേഗപാതയ്ക്കുണ്ടെന്ന് പറയപ്പെടുന്നു. AC ചെയർ കാർ രീതിയിൽ ടിക്കറ്റ് നിരക്ക് കണക്കാക്കുമ്പോൾ ആളുകൾക്ക് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടില്ലാതെ യാത്ര ചെയ്യാനാകും എന്നാണ് അനുമാനം. എന്നാൽ യാത്രാ ചെലവ് മേൽപ്പറഞ്ഞ രീതിയിലായിരിക്കുമോ എന്ന് കാത്തിരുന്നറിയണം. പുതിയ അതിവേഗ ലൈനിന്റെ ഫീൽഡ് സർവേ 3 മാസത്തിനകം പൂർത്തീകരിക്കാനാണ് ഈ ശ്രീധരന്റെ തീരുമാനം. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പരിഷ്കരിക്കാൻ പോകുന്നു. 12ാം ശമ്പള കമ്മീഷനെ സർക്കാർ നിയോഗിച്ചു. മുൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ VP ജോയ് ആണ് കമ്മീഷൻ ചെയർമാൻ. അഡ്വക്കേറ്റ് M രാജഗോപാലൻ നായർ, റിട്ടയർഡ് അഡീഷണൽ സെക്രട്ടറി ശ്രീലത എന്നിവരാണ് അംഗങ്ങൾ. 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ കമ്മീഷനോട് സർക്കാർ ആവശ്യപ്പെട്ടു. പുതിയ ശമ്പള കമ്മീഷനെ ഉടൻ നിയമിക്കുമെന്ന് സംസ്ഥാന ബഡ്ജറ്റിൽ സർക്കാർ അറിയിച്ചിരുന്നു. തൊട്ടുപിന്നാലെ DA 2 തവണ വർദ്ധിപ്പിച്ചു. ഇപ്പോൾ കമ്മീഷൻ നിയോഗിക്കുകയും ചെയ്തു. ഇനി കമ്മീഷന്റെ പരിഗണനാ വിഷയങ്ങൾ സംബന്ധിച്ച വിജ്ഞാപനം ഇറക്കുക എന്നാണ് അടുത്ത നടപടി. ഉടനെ അതുണ്ടാകുമെന്നും പറയപ്പെടുന്നു. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വലിയ സന്തോഷം നൽകുന്ന വിവരങ്ങളാണ് വന്നിരിക്കുന്നത്. DA കുടിശ്ശിക തീർക്കണമെന്ന് ഏറെക്കാലമായി ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടു വരികയായിരുന്നു. ജീവനക്കാരുടെ സംഘടനകൾ പലതവണ ഇക്കാര്യത്തിൽ ചർച്ച നടത്തിയിരുന്നു. ഇക്കാര്യം അംഗീകരിച്ചാണ് ഒരു മാസത്തിന്റെ 2 തവണയായി 13% DA കുടിശ്ശിക പ്രഖ്യാപിച്ചത്. 35% DA ആണ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത്. 22% നൽകി വന്നിരുന്നത്. 13% കുടിശ്ശികയായിരുന്നു. ഫെബ്രുവരി ആദ്യത്തിൽ 3% കുടിശ്ശിക പ്രഖ്യാപിച്ചിരുന്നു. കഴിഞ്ഞ ആഴ്ച 10% കുടിശ്ശികയും അനുവദിച്ചു. ആദ്യം പ്രഖ്യാപിച്ച 3% കുടിശ്ശിക മാർച്ചിൽ കയ്യിലെത്തുന്ന ശമ്പളത്തിലും 10% കുടിശ്ശിക ഏപ്രിൽ കയ്യിലെത്തുന്ന ശമ്പളത്തിലുമാണ് ലഭ്യമാക്കുക. ഇനി സ്പോർട്സ് വാർത്തകൾ.
തിങ്കളാഴ്ച മുംബൈയിൽ നടന്ന സൂപ്പർ 8 മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസ് സിംബാബ്വെക്കെതിരായ 107 റൺസിന്റെ വമ്പൻ ജയം നേടിയതോടെ 2026 T20 ലോകകപ്പ് സെമിഫൈനലിലെത്താനുള്ള ഇന്ത്യയുടെ സാധ്യതകൾക്ക് വീണ്ടും തിരിച്ചടി. ദക്ഷിണാഫ്രിക്കയ്ക്ക് എതിരായ തോൽവിക്ക് ശേഷം ഇന്ത്യൻ ടീമിന്റെ സാധ്യതകൾ കടപ്പുറത്താണ്. നിലവിൽ ഗ്രൂപ്പ് 1-ലുള്ള വെസ്റ്റ് ഇൻഡീസിന്റെ വിജയ മാർജിൻ അനുസരിച്ച് നെറ്റ് റൺ റേറ്റ് ആരോഗ്യകരമായി നിലനിർത്താൻ ഇന്ത്യയ്ക്ക് ശേഷിക്കുന്ന മത്സരങ്ങളിൽ വലിയ മാർജിനിൽ ജയിക്കേണ്ടതുണ്ട്. ഗ്രൂപ്പ് 1-ൽ 4 ടീമുകളും ഓരോ മത്സരം കളിച്ചപ്പോൾ നെറ്റ് റൺ റേറ്റിന്റെ കാര്യത്തിൽ വിൻഡീസാണ് മുന്നിൽ. +5.350 ആണ് വിൻഡീസിന്റെ റൺ റേറ്റ്. അതേസമയം രണ്ടാം സ്ഥാനത്തുള്ള ദക്ഷിണാഫ്രിക്കയ്ക്ക് 3.800 ആണ് നെറ്റ് റൺ റേറ്റ്. മൂന്നാം സ്ഥാനക്കാരായ ഇന്ത്യക്ക് നിലവിൽ -3.800 ആണ് നെറ്റ് റൺ റേറ്റ്. സിംബാബ്വെക്ക് -5.350 എന്നിങ്ങനെയാണ് പോയിന്റ് പട്ടികയിലെ നില. ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 122.71 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. റേഡിയോ ലൈം.